അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കാസർഗോഡ് നിന്ന് ഒരു പെൺകുട്ടി വിളിച്ചു. അഫ്ന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടിയുടെ അനുഭവം വിസാൽ മീഡിയയോട് അവർ പങ്കുവെക്കാനൊരു കാരണമുണ്ട്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വിസാൽ മീഡിയയിൽ ചെയ്തൊരു വീഡിയോ ഉണ്ട്. പെരിന്തൽമണ്ണ മേലാറ്റൂരിലുള്ള ഒരു പെൺകുട്ടി നിക്കാഹ് കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ കല്യാണം നിക്കാഹ് കഴിച്ചോൻ്റെ കാമുകി ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഞാൻ അവരുമായിട്ട് അങ്ങനെ ഇങ്ങനെ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്തൊക്കെ പാകി ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരുകയും ഒടുവിൽ ഈ പെൺകുട്ടി സ്വയം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തൊരു സംഭവം പറഞ്ഞിരുന്നു. അപ്പോഴാണ് സമാനമായ ഒരു അനുഭവമുള്ള കാസർഗോഡ് എന്നുള്ള അഫ്ന എന്ന് പേരുള്ള പെൺകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് എനിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ലൈഫും തകർത്തത് ഇത്തരമൊരു സംഭവമാണ്. അഫ്ന ബാംഗ്ലൂർ മംഗലാപുരം പഠിച്ചൊരു പെൺകുട്ടിയാണ്. അങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം നിക്കാഹ് കഴിഞ്ഞിട്ട് ഇവർക്കും സമാനമായിട്ട് ഒരു 1.5 ആഴ്ചയൊക്കെ കഴിഞ്ഞു. ആ 1.5 ആഴ്ച കഴിഞ്ഞ സമയത്താണ് ഇവൾക്ക് പല ഫോൺ കോളുകളൊക്കെ വന്നത്. ആ ഫോൺ കോളുകളിൽ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഇവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിൻ്റെ കല്യാണക്കാരും ശരിക്കും അന്വേഷിച്ചതാണോ, അവനാൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഫോൺ കോളുകളാണ്. ചില ഫോട്ടോസുകളൊക്കെ അയച്ചു കൊടുത്തിട്ട് അവനക്ക് 2-3 കാമുകിമാരുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ അവൻ നല്ല വിലസലായിരുന്നു. ഇവൾ വിചാരിച്ചു കല്യാണത്തിന് മുൻപല്ലേ, സ്വാഭാവികമായിട്ടും പല റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകും, അതിൻ്റെ അടയാളങ്ങളായിട്ട് ഫോട്ടോസുകൾ ഉണ്ടാകും. അതൊന്നും ഇവളത്ര ഗൗനിച്ചില്ല. പക്ഷേ ഓരോ ദിവസവും ഇവൾക്ക് വരുന്ന ഫോൺ കോളുകൾ മനഃപൂർവ്വം തൻ്റെ വിവാഹത്തെ കരിവാരി തേക്കുന്ന രീതിയിലേക്കായപ്പോൾ ഇവളത് വീട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ വീട്ടുകാരൊക്കെ ആണെങ്കിലും ഇത് നന്നായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഈ കല്യാണം ഉറപ്പിച്ചത്. പള്ളിയിൽ പോയി അന്വേഷിച്ചപ്പോൾ നല്ല കുടുംബമാണെന്നറിഞ്ഞു. പിന്നെ ചെക്കനെക്കുറിച്ച് അന്വേഷിക്കാൻ ചെക്കൻ്റെ സുഹൃത്തുക്കളുമായിട്ട് വെള്ളമടി അങ്ങനെയുള്ള കാര്യങ്ങളോ കൂട്ടുകെട്ടൊന്നുമില്ല. പിന്നെ അത്യാവശ്യം മതബോധക്കുള്ളൊരു ഫാമിലിയാണ് എന്നൊക്കെയാണ് ഒരു പ്രാഥമികമായിട്ട് അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് വിവാഹക്കാരൊക്കെ നോക്കിയിട്ടുള്ളത്. പിന്നെ ഇവരൊക്കെ പ്രധാനമായിട്ടും നോക്കുന്നത് ഭൗതികത കൂടി ആയിരുന്നു എന്നുള്ളതാണ് അഫ്ന ഇപ്പം തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞത്. ആരും ഒരാളെ മോറൽ സൈഡൊന്നും നോക്കാറില്ല, കുടുംബം എങ്ങനെയാണ്, സാമ്പത്തികം എങ്ങനെയാണ് എന്നൊക്കെ നോക്കി. ഏതായാലും അഫ്നയുടെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്കയായി. ഇത് ഹസ്ബൻഡിനോട് കൂടി പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെക്കുറിച്ച്. അപ്പോൾ ആകെ ഞെട്ടിയായാൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, അതൊക്കെ ഞാനിപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടല്ലോ, ആ ഒരു ബിസിനസ്സിന് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ പണിയാണ്, നീ അത് കാര്യമാക്കണ്ട അതൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിയെ അഫ്ന കരുതി ശരിയായിരിക്കും. ഒരു ദിവസം ഒരു പെൺകുട്ടി ഈ ഒരു അഫ്നാക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ വിവാഹം മുടക്കാനോ അല്ലെങ്കിൽ നിൻ്റെ ലൈഫ് തകർക്കാനൊന്നുമല്ല, പക്ഷെ നീ കെട്ടുന്ന ഒരാൾ ഒരുപാട് പെൺകുട്ടികളുടെ ഭാവി തകർത്ത ഒരാളാണ്. അതുകൊണ്ട് ആ പെൺകുട്ടികളുടെയൊക്കെ ശാപം നിനക്കും ഉണ്ടാവും. അതുകൊണ്ട് നീ ഈ ഒരു കല്യാണത്തിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇപ്പോൾ കൂടിച്ചേരലുകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്മാറലാണ് നല്ലത് എന്നുള്ളത്. ഇവളെന്തായാലും ഇത്തരം ഒരു കോളുകൾ അപ്പോൾ നേരെ ഉപ്പാട് പോയിട്ട് വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോള് വരുന്നത്, നമുക്ക് പോലീസിൽ പരാതിപ്പെടണോ, നമ്മുടെ ലൈഫ് തകർക്കാൻ വേണ്ടി ആരൊക്കെ വിളിക്കുന്നതാണ്. ആ ഉപ്പ ഇവൾക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാണാത്തൊരു കാര്യം നമ്മൾ വിശ്വസിക്കേണ്ട, നമ്മളിപ്പോൾ അങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ടില്ലല്ലോ. പിന്നെ വിവാഹത്തിന് മുൻപ് വല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ടല്ലേ നീ ആയാലും അവനായാലും കല്യാണം റെഡി ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യത്തിൽ ചിന്തിക്കണം. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ 2 പേരും നന്നായിട്ടൊന്ന് സംസാരിച്ചിട്ട് തീരുമാനത്തിലെത്ത്. ഏതായാലും വൈകിട്ടൊന്നും ഇല്ലല്ലോ. പിതാവ് വളരെ സപ്പോർട്ടിങ് ആയിരുന്നു അവൾക്ക്. നമ്മുടെ മിക്ക കുട്ടികൾക്കും പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങളൊന്നും കുടുംബവുമായിട്ട് സംസാരിക്കില്ല. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കും. ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ആരാണെന്നറിയോ, ഇതേ ഏജിലുള്ള ആളുകളായിരിക്കും. ജീവിതാനുഭവം എന്തായാലും ഈ പറയുന്നവൻ്റെ അതേ ജീവിതാനുഭവം തന്നെയാണ് ആർക്കുണ്ടാവുക, ഈ കേൾക്കുന്നവനക്കുണ്ടാവാം. അപ്പോൾ അവർ പങ്കുവെക്കുന്ന കാര്യങ്ങൾ അവരുടെ പക്വതക്കനുസരിച്ചുള്ളതാവും. നമ്മളെക്കാൾ ലൈഫിൽ പ്രായമുള്ള വയസ്സുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഒരു കൗൺസിലറൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും. ഇവൾ ഉപ്പയോട് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞത് മറുപടി ഇങ്ങനെയാണ്, സംസാരിക്കാൻ. അങ്ങനെ ഇവൾ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, നമ്മളിങ്ങനെ പല ഔട്ടിങ്ങിനൊക്കെ പോയി, ഇതൊരു ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇയാൾ പറയുന്ന പല മറുപടികളിലും പൊരുത്തക്കേടുകളുണ്ട്. അറിയില്ല എന്ന് പറഞ്ഞ പല പെൺകുട്ടികളുടെ കാര്യത്തിലും ഉള്ള ഫോട്ടോസ് വളരെ ഇൻറ്റിമേറ്റ് ആയുള്ള ഫോട്ടോസുകളൊക്കെയാണ്. പലപ്പോഴും ഈ ഫോട്ടോസ് കാണിക്കുമ്പോൾ ഇയാളുടെ ഒരു ഞെട്ടലും അത് മറച്ചു വെക്കാനുള്ള ശ്രമങ്ങളൊക്കെ കാണുമ്പോൾ ഇവൾക്ക് തോന്നി ഇയാൾ എന്തൊക്കെയോ തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇവളെല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതാണ്, മംഗലാപുരം പഠിച്ച ഒരാളാണ്, എനിക്ക് ഇന്ന രീതിയിലൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായി, ഞാൻ വളരെ മോഡേണായിട്ട് നടന്നിരുന്ന ഒരാളാണ്, ഇൻസ്റ്റയിലൊക്കെ വളരെ സജീവമാണ്, ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്നെ കല്യാണം കഴിയും, കല്യാണത്തിന് ശേഷം പിന്നെ അങ്ങനെയാണ്, ഇത് പാടില്ല അത് പാടില്ല. അപ്പോൾ ഇവളൊരു ലൈഫ് സ്റ്റൈലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ ഇവളുടെ കാര്യത്തിൽ സത്യസന്ധതയാണ്. വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചുള്ളത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. ഒന്നിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു കൂട്ടിക്കൊണ്ട പോലെയൊക്കെ. അപ്പോഴേക്കും ഇവരുടെ 2 പേരുടെ ഇവളുടെ പഠനങ്ങൾ പൂർത്തിയാവും. അപ്പോൾ ആ ഒരു ലെവലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പെൺകുട്ടി കാണാൻ വന്നിട്ട് കുറേ മൊബൈലിൽ കുറേ ഫോട്ടോസുകൾ കാണിച്ചിട്ട് പറഞ്ഞു, ആൾ ശരിയല്ല, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോട്ടോയാണ്,
ഇവള് അവനെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പലയിടങ്ങളിലും കൊണ്ടുപോയിട്ട് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട്, അബോർഷൻ വരെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരാളുമായിട്ട് നീ വിവാഹം കഴിച്ച് കൂടെ കൊണ്ട് നടക്കുമ്പോൾ അയാൾക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത്? ഇത് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ പലതവണ നിനക്ക് വിളിച്ചു. പക്ഷേ നീ ആ വിളികളൊന്നും ഗൗരവമായിട്ട് കൊണ്ട് നടന്നില്ല. ഞങ്ങൾ അയാളോടുള്ളൊരു റിവെഞ്ചോ ഇതൊന്നുമല്ല, മറിച്ച് ഒരു പെൺകുട്ടിയും ഇതുപോലെയുള്ള ഒരാളുകളുടെ വലയിൽ പോയി ചാടരുത്. വിവാഹ വാഗ്ദാനം നൽകും, എന്നിട്ട് ഓരൊക്കെ ആയിട്ട് പബ്ബിലും മറ്റൊക്കെ കറങ്ങും, പല ആളുകളെയും ലൈംഗികമായിട്ട് മിസ്യൂസ് ചെയ്യും, പല ആളുകളിൽ നിന്ന് പണം തട്ടിയിട്ടുണ്ട്. അയാൾക്ക് അയാളുടെ വിജയം കാണാൻ വേണ്ടി അയാൾ ഏത് കാല് വരെ പിടിക്കും, ആരുടെ മുന്നിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കും. അയാൾ ഭയങ്കര നാർസിസ്റ്റാണ്. അതായത് ആളുകളുടെ മുന്നിലേക്ക് ഭയങ്കര എന്താ പറയുക, മാന്യനായ ഒരാളാണ്. പക്ഷെ ഉള്ളിലൊരുതരം സാഡിസം ഉള്ളിൽ ഒളിപ്പിക്കുന്ന ഒരാളാണ്. അയാളുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളുകൾക്കാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുക. അപ്പോൾ ഒരു പെൺകുട്ടിയിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളിതൊക്കെ പറയുന്നത് എന്നായിരുന്നു ആ ഒരു പെൺകുട്ടി വന്നത്. ഇവളാകെ ഷോക്കായി. ഇവളത് ഉപ്പാനോട് എങ്ങനെ പറയുക? അത്രയും വളരെ ആഹ്ലാദത്തിലാണ് ആ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഒരു വലിയൊരു ഓഡിറ്റോറിയം, അതിൽ ഒരുപാട് ആളുകൾ, ഒരു കല്യാണത്തിനുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ആട്ടും പാട്ടും സന്തോഷങ്ങളും റീൽസും ഇതിൻ്റെ പ്രീ വെഡിങ് ഷൂട്ടിങ്ങും ഇങ്ങനെ എല്ലാം നടന്നിട്ട് നല്ലൊരു തുക ചിലവാക്കിയിട്ടുണ്ട് വാപ്പ. അവൾക്ക് കുറേ ഡ്രീംസ് ഉണ്ടായിരുന്നു. അതായത് തൻ്റെ കല്യാണം നടക്കുന്നത് താൻ സമ്പാദിച്ച കാശ് കൊണ്ടായിരിക്കണം, അത് ലളിതമായിട്ടായിരിക്കണം, ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇതൊക്കെ വളരെ ഡ്രീംസ് ആയിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല നടന്നത്. ആ കുടുംബത്തിലൊരു ഫസ്റ്റ് കല്യാണം ആയതുകൊണ്ട് വാപ്പ പറഞ്ഞു, പൊന്നു മോളൊക്കെ നിൻ്റെ മോളെ കല്യാണം കഴിക്കുമ്പോൾ നീ ആണ്ട് നടത്തിക്കാളാം, ഇതെൻ്റെ മോളുടെ കല്യാണമാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം പോലെ വളരെ പ്രൗഢമായിട്ട് നടത്തും എന്നൊക്കെ വാപ്പാക്ക് വാശിയായിരുന്നു. അങ്ങനെ വാപ്പാൻ്റെ സാമ്പത്തികമായുള്ള ആ ഒരു ഊക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയൊരു കല്യാണം തന്നെ അയച്ചു. മത നേതാക്കന്മാർ വന്നിട്ടുണ്ട്, രാഷ്ട്രീയക്കാർ വന്നിട്ടുണ്ട്, ചില്ലറ ഇയാളുമായിട്ട് ബന്ധമുള്ള സിനിമ സീരിയൽ ആളുകളൊക്കെ വന്ന വലിയൊരു കല്യാണമായിരുന്നു. അപ്പോൾ ആ നിക്കാഹ് കഴിഞ്ഞിട്ട് ഇവൾക്ക് ഇതൊക്കെ ഇനി ആളുകൾ ഇതൊക്കെ അറിഞ്ഞു, തൻ്റെ നിക്കാഹ് കഴിഞ്ഞത് അറിഞ്ഞു, ഇനി എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റും, എന്താ താൻ തീരുമാനിക്കേണ്ടത്? ഇവളാകെ കൺഫ്യൂസ്ഡായി. അങ്ങനെ ഇവൾ ഉപ്പാനോട് പറഞ്ഞപ്പോൾ ഉപ്പയും ആ കുടുങ്ങി. ഇതൊക്കെ ശരിയാണോ എന്ന് അന്വേഷിക്കണമല്ലോ, ആരെങ്കിലും വന്ന് പറഞ്ഞ്. അങ്ങനെ ആ വന്ന് പറഞ്ഞ ലേഡിയുടെ നമ്പറൊക്കെ വരെ കയ്യിലുണ്ട്. ഈ വീട്ടുകാരൊക്കെ കൂടിയിട്ട് അവരുടെ അടുത്ത് പോയി. അങ്ങനെ ആ ഒരു ഫോട്ടോയിൽ കാണിച്ച ലേഡി പറഞ്ഞത് കറക്റ്റാണോ എന്ന് ചോദിച്ചപ്പോൾ കറക്റ്റാണ്. അവർ ബാംഗ്ലൂർ പഠിക്കാൻ പോയിരുന്ന ആളുകളാണ്, ആ സമയത്തുണ്ടായിരുന്ന ബന്ധമാണ്. എന്നിട്ട് ആ ഒരു പെൺകുട്ടി ഇതിന് ശേഷം വളരെ ഡിപ്രഷൻ അവസ്ഥയിലായിരുന്നു, ആത്മഹത്യയുടെ വക്കിലായിരുന്നു. അന്വേഷിച്ച് നോക്കുമ്പോൾ സംഗതി ശരിയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? സാധാരണ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് എന്നാൽ ഇതോടുകൂടി തൻ്റെ ജീവിതം അവസാനിക്കുക, ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയായിരുന്നു അഫ്നയും എത്തിയിരുന്നത്. പക്ഷേ അഫ്ന ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയതോടുകൂടി അഫ്നയുടെ ലൈഫ് തിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, തൽക്കാലം ഇങ്ങനെ ഒരു ബന്ധം വേണ്ട. എനിക്ക് ആ മനുഷ്യനോട് പലതവണ നുണകൾ പറഞ്ഞു, ഇനി ഈ കാര്യങ്ങൾ പറഞ്ഞാലും അയാൾക്ക് ന്യായീകരിക്കാൻ ഒരുപാടുണ്ടാവും. ഇവളുടെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു. ഒരു പ്രണയബന്ധം ഉള്ളത് കൊണ്ടോ മറ്റാരോടെയും കണക്ഷൻ ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല, അതൊക്കെ നമുക്ക് സഹിക്കാം, അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഒരാൾ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക, സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങൾ ഒരാളിൽ നിന്നുണ്ടായാൽ അയാളെ നമുക്ക് തുടർന്നുള്ള കാലയളവിലും വിശ്വസിക്കാൻ കൊള്ളില്ല. നാളെ അയാൾ എന്നെ ചതിക്കില്ല എന്നെന്താ ഉറപ്പ്? എൻ്റെ ഉപ്പാടെ സമ്പത്താണ് അയാളുടെ മോഹമെങ്കിലോ അതിന് നിന്ന് കൊടുത്തിട്ട് ഈ ജീവിതാവസാനം വരെ കരയാൻ എന്നെ കിട്ടില്ല എന്ന് വാപ്പാടുകൾ തുറന്നു പറഞ്ഞു. വാപ്പാടെ ഉള്ളിലും ആഗ്രഹം അത് തന്നെയായിരുന്നു. മകൾ എന്താണോ തീരുമാനിക്കണമെങ്കിൽ അതിനൊപ്പം നിൽക്കാം. നമ്മളായിട്ടൊരു കാര്യം ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇതേ മകൾ പറയും, വാപ്പ പറഞ്ഞിട്ടല്ലേ ഞാൻ അവൻ ഒഴിവാക്കിയത്, ഇപ്പം എൻ്റെ ലൈഫ് എന്തായി എന്ന് പറഞ്ഞാൽ അപ്പോഴും ഈ വാപ്പ കൊടുക്കും. അവളായിട്ട് തന്നെ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. അത് വാപ്പാട് വന്ന് പറഞ്ഞു. വാപ്പ വളരെ സന്തോഷമായിട്ട് മോൾ പറയും, മോളൊന്നുകൊണ്ട് പേടിക്കണ്ട. പേടിക്കാന്ന് പറഞ്ഞാൽ ഇവൾക്ക് നല്ലതായിട്ട് വിഷമങ്ങളുണ്ട്. വാപ്പ പറഞ്ഞു, വീണ്ടും ഒരു കല്യാണത്തെക്കുറിച്ചല്ല മോളെ ചിന്തിക്കേണ്ടത്, നീ എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ടൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് നിനക്കൊരു നല്ല കരിയർ ആവട്ടെ, നിൻ്റെ ആഗ്രഹം പോലെ ആവട്ടെ. ഞാൻ എൻ്റെ ആഗ്രഹം പോലെയാണ് നിൻ്റെ കല്യാണം നടത്തിയത്, ഏതായാലും അതിങ്ങനെ രീതിയിലായി, ഒരിക്കലും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചതല്ല. ഇനി നീ പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് നിൻ്റെ ആഗ്രഹം പോലെ ലളിതമായ നിൻ്റെ പണം കൊണ്ടുണ്ടാവുന്ന ഒരു കല്യാണം, അതായിരിക്കും പടച്ചവൻ്റെ വിധി. അതിനിടയിൽ ഞാൻ നിർബന്ധപൂർവ്വം ചെയ്യിപ്പിച്ചാണത്. അതുകൊണ്ട് മോളോട് ഞാനാണ് മാപ്പ് ചോദിക്കുന്നത്. ഉമ്മാക്കും അതിലേറെ സന്തോഷമായി. മകൾ ഇത് തിരിച്ചറിഞ്ഞ് മകളുടെ ലൈഫിൽ നിന്ന് വളരെ വലിയ ഡിപ്രഷൻ മൂഡ് ഉണ്ടായിരുന്നു. ഇവളങ്ങനെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പോയിട്ട് ഇതാ ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ. അങ്ങനെയാണ് അഫ്ന എനിക്ക് വിളിക്കുന്നത്. അഫ്ന എന്നോട് പറഞ്ഞു, ഒരു പക്ഷേ അഫ്ന ഈ വീഡിയോ കണ്ടു, നമ്മുടെ ഈ ഒരു പെരിന്തൽമണ്ണ മേലാറ്റൂരുള്ള പെൺകുട്ടിയുണ്ടായ അനുഭവം. അഫ്ന തിരിച്ചറിയുന്നു വിവാഹ ജീവിതം എന്നുള്ളത് വളരെ പ്രധാനമാണ് ലൈഫിൽ. അതിൽ ബർക്കത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ദൈവാനുഗ്രഹം. ആ പടച്ചോൻ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നന്മയിൽ പൊതിഞ്ഞതായിരിക്കണം. നന്മയിൽ പൊതിഞ്ഞ വിവാഹമാണെങ്കിൽ മാത്രമാണ് അതിൽ ദൈവാനുഗ്രഹം ഉണ്ടാവുള്ളൂ. ഒരു കേസിലും കൊടുക്കുന്നില്ല. ഇവർ നേരെന്ത് ചെയ്തു, ആ വിവാഹത്തിന് പിന്മാറി. ഇങ്ങനെ പറ്റിച്ചതിന് അവിടെ നഷ്ടപരിഹാരം വാങ്ങി. കാരണം നഷ്ടപരിഹാരം മോൾ ഇഷ്ടപ്പെട്ടതല്ല, എന്നാലും
ചിലവ് കുറേ നടന്നിട്ടുണ്ടല്ലോ, വാപ്പ പറഞ്ഞത് വാങ്ങണം, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ആൾ വേറെ ആളും പറ്റിക്കും എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് വിവാഹം ഈ രീതിയിൽ പറ്റിച്ചതിന് മഹലിലൊക്കെ കേസാക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ നഷ്ടപരിഹാരം കൊടുത്തിട്ട് സംഗതി ക്ലോസായി. ഇന്ന് അവൾ പഠിച്ചു നല്ലൊരു ജോലി ചെയ്യുന്നു. അവൾ പറയുന്നു ഇൻഷാ അല്ലാ പറ്റുന്ന എനിക്ക് വിവാഹത്തിന് ഞാൻ ഏബിൾ ആകുന്നൊരു സമയത്ത് ഞാൻ കല്യാണം കഴിക്കുക. ഇനി എൻ്റെ വീട്ടുകാരൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല, ഇപ്പോൾ കല്യാണം കഴിക്കുക അങ്ങനെയാണ് ഇങ്ങനെ ഒന്നും പറയുന്നില്ല. എനിക്കിപ്പോൾ ഭയങ്കര മനസ്സമാധാനമുണ്ട്. ഇത്തരമൊരു സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയലാണെന്നുള്ളത്. അപ്പോൾ ഈ അഫ്നയുടെ ജീവിതാനുഭവം ഞാൻ പങ്കുവച്ചത് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ദീനിൻ്റെ തൂണ് എന്നറിയപ്പെടുന്ന ഒരു ആരാധനാകർമ്മമുണ്ട്. ദീനിൻ്റെ തൂണ് എന്നാണ് ആ ആരാധനാകർമ്മത്തിനെ വിശേഷിപ്പിക്കുക. ഏത് ആരാധനക്കാണ് ഇങ്ങനെ ഒരു വിശേഷണമുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ 2-3 ആരാധനകൾ പറയാം. റമദാൻ മാസത്തിലെ നിർബന്ധമായ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, നമസ്കാരം. ഇതിലേതാണ് ശരിയുത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.